ഹായ് ഗൈസ്, നമ്മളിപ്പോൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഡയമണ്ട് ഒരു നെക്ലേസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഡയമണ്ട് നെക്ലേസ് എടുക്കാം. ഓക്കെ, ഇവിടെ പമ്മ ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്, അത് അമ്മയും അച്ഛനുണ്ട്, അമ്മയും അച്ഛനും അമ്മയും അമ്മമ്മയുണ്ട്. അവരെന്താണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ എന്തിനാണ് വന്നത് പമ്മ ചേച്ചി? കുറച്ച് ബാക്കിയുള്ള ജ്വല്ലറി എടുക്കും. ഇപ്പം എന്താണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഡയമണ്ടിൻ്റെ ഒരെണ്ണം എടുക്കാനുണ്ടായിരുന്നു. എന്താ അല്ലേ? അമ്മമ്മേൻ്റെ വക. ഓക്കെ, അമ്മമ്മയുടെ സ്വന്തം രസം. എന്താ നൈസ്, ഇഷ്ടപ്പെട്ടോ? ഡയമണ്ട് കൂടിപ്പോയ പോലെ ഉണ്ട്. ഡയമണ്ട് കുറച്ച് കുഴപ്പമില്ല, ഡയമണ്ടാന്ന് അറിയണല്ലോ. അറിയണല്ലേ? അതെ, വേറെയും കുറേ കൊണ്ടുവന്നുണ്ട്. ഇതിന് കുറച്ച് ഇഷ്ടമായത് മാത്രം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് അതിൽ നിന്ന് പിന്നെ ലാസ്റ്റ് സോർട്ട് ചെയ്തിട്ട് ഇത് രസമുണ്ട്. അത് വേണ്ട. ഈ ഒരു പെൻഡന്റ് മോഡൽ അല്ലാത്തത് കുറച്ച് ഇഷ്ടമായത് മാത്രം സൈഡിൽ വെച്ചാൽ ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഡിസൈൻ നോക്കി ഈ ഒരു മോഡലല്ല അനുസരിച്ച് പറയുന്നത്. എനിക്ക് ആക്ച്വലി മറ്റേത് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് സോൾട്ടിയർ ആണ്. ഏതാ? ഒരു ഒരെണ്ണം കാണിച്ചായിരുന്നു. ഒരു ഇതിൻ്റെ ലീഫ്സ് ആണ്. മോഡൽ അല്ലാത്ത മോഡലായിരുന്നു. ഈ ഒരു പാറ്റേൺ അധികം ഇങ്ങനെ സോൾട്ടറിലാണ് ചെയ്യുക. ഇപ്പോൾ സോൾട്ടർ അല്ലെങ്കിൽ കൂടെ കാരണം ഗോൾഡിൻ്റെ വെയിറ്റ് കുറച്ച് അധികം ഉണ്ട്. ഒരു 2.5 പവൻ 3 പവൻ ഗോൾഡ് തന്നെ ഉണ്ട് അതിന്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡ് കുറച്ച് കൂടുതൽ തന്നെ വരും. നോക്കാം, അതിനോട് സിമിലർ ആയിട്ട്. ഹൗസ് ഇറ്റ് രസമുണ്ടോ നോക്കട്ടെ. തിരിഞ്ഞു പോകുന്ന ഡൗട്ടുണ്ട്. ഇത്ര മേലോട്ടല്ല, താഴോട്ടോ? See there. അയ്യോ, താങ്കളെ കാണുന്നില്ല. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാന്നേ ഉള്ളൂ അല്ലേ? അവിടെ അതാ ജ്വല്ലറി എടുക്കാൻ വന്നിട്ട് ഫോൺ നോക്കിയിരിക്കുന്ന ഡാഡി. യെസ്, ഇഷ്ടപ്പെട്ടോ? അതേപോലെ തന്നെ ഇതും ട്രൈ ചെയ്തു. എല്ലാം രസമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുഴപ്പമില്ല അല്ലേ? ചേരുന്നുണ്ട്, നല്ല അതിൻ്റെ ഭംഗിയുണ്ട്. ഇപ്പോൾ ഒന്നും മോശം പറയാനൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഏതാണോ അല്ലേ നമ്മൾ പെട്ടത് കംപ്ലീറ്റ് വേറൊരു മോഡൽ. എല്ലാം ഒരു വേറെ വേറെ മോഡലോ? പക്ഷെ കുഴപ്പമില്ല. താങ്കൾക്ക് ഏതാ ഇഷ്ടമായത്? തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നതാണ്. അതൊന്നും മറിയൊന്നുമില്ല കേട്ടോ, കറക്റ്റ് സെറ്റിംഗ് തന്നെയാണ്. പിന്നെ ഈ യു ഷേപ്പിനേക്കാളും കുറച്ചൊരു പെൻഡൻ്റെ കൂടെ ഉള്ളതാണ് എപ്പോഴും സെറ്റായിട്ട് ഇരിക്കുക. ഇതിനൊന്നും അതിന് മാത്രം വലിയ ലോക്കറ്റൊന്നും ഇല്ലല്ലോ, ചെറിയ ലോക്കറ്റല്ലേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഇത് പക്ഷേ ഇങ്ങനത്തെ ഒരു വി മോഡൽ അല്ലേ, ഒരു പെൻഡൻ. ഇതിന് നമുക്ക് ആ ചെറിയ ലോക്കറ്റില്ലേ, എക്സ്ട്രാ ഡ്രോപ്പ്, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഫ്യൂച്ചറിൽ ചെയ്യാൻ കൊടുക്കാം. രസമുണ്ട്. ഇതിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞുതരാം. നല്ല ഇത് സിമ്പിൾ സാധനം, പക്ഷെ ഇത് ഞാൻ കണ്ടു. ഇതേ ഡിസൈനൊക്കെ സെയിം ഡിസൈൻസ് സെയിം സാധനങ്ങളുണ്ട്. റേറ്റ് പക്ഷേ വ്യത്യാസം ഉണ്ടെന്നാണ്. പക്ഷെ അത് ഇതേപോലെ കൊടുക്കാനല്ല, എന്തെങ്കിലും ആവശ്യം വന്നാലും നല്ല ഡയമണ്ട്. അപ്പോഴാണ് ശരിക്കും ആ പ്രൊഡക്റ്റിന് വാല്യൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചിട്ട് നമ്മളിപ്പം റിപ്പയറിൻ്റെ സ്ഥലത്തേക്ക് വന്നതാണ്. ഇനിയും നമ്മുടെ സംഭവങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ചേച്ചിക്ക് മാല വാങ്ങിക്കാനുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്ത് വാങ്ങിക്കാണ്ട്, അച്ഛനെന്ത് വാങ്ങിക്കണം, അമ്മമ്മയ്ക്ക് എന്ത് വാങ്ങിക്കണം. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇവരെന്ത് റിച്ചാണ്. സംഭവം റിച്ച് ആയതുകൊണ്ടല്ല ഗൈസ്, എന്തൊക്കെയോ റിപ്പയർ ആൻഡ് മാറ്റാനുള്ളതുകൊണ്ട് മാറ്റി വാങ്ങിക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വീട്ടിൽ മാല അല്ലാണ്ട് മാല മാത്രമല്ലാണ് വാങ്ങിക്കാൻ. പിന്നെ ഒരു കല്യാണം ആകുമ്പോൾ ഇങ്ങനൊരു ഇതാണല്ലോ, തുടർ സംഭവമാണല്ലോ. ഇത് ഇവിടെയും കഴിയില്ല. ഇനി ഇങ്ങനത്തെ കുറേ സമയമുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന ക്ലിപ്സൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താം. പിന്നെ അവിടെ
റിപ്പയറിന് സെക്ഷനിൽ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, നമ്മൾ ഇനി ഒരു ഡയമണ്ട് നെക്ലേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നെക്ലേസ് ഓർഡർ കൊടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പിച്ച് വരണം, കാരണം രണ്ടും കൂടി കണ്ടാലും ഒരുപോലെ ആ ടൈപ്പ് ഉണ്ടാവും. അതുണ്ടായിരുന്നില്ല, ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ പുതിയ കളക്ഷൻ ഉണ്ട്, തൻവിക. ഡിവൈനിൽ ഇന്ത്യൻ ഹെറിറ്റേജിൽ വരുന്ന കുറേ കളക്ഷൻസാണ്. അതെ, നല്ല പ്രൊമോഷൻ തരുന്നുണ്ട്. പക്ഷെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള കളക്ഷൻസ്. ഒരു ഫുൾ സെറ്റിന് നല്ല ഭംഗിയുണ്ട്. പുതിയ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് മൂന്നാമത്തെ ഇവിടെ ഡയമണ്ട് ഇവിടെ ഒരു ഒരെണ്ണം അത് അതെനിക്ക് തോന്നുന്നു. എനിക്ക് കുറച്ചൊരു എത്ര ഇത് കുറച്ചൊരു മാറ്റാനുണ്ട് അല്ലേ? ഇത് മാറ്റണം. പക്ഷേ ഇതിൻ്റെയൊക്കെ നമുക്കൊന്ന് ഓൾട്ടർനേറ്റീവ് പ്രഷ്യയിൽ പോയി നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഡിവൈനിലാണുള്ളത്. നമ്മളിനി പ്രഷ്യസിൽ പോയി നോക്കാം. അവിടെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു വെയിറ്റ് കുറച്ചും കൂടി കുറവും. അങ്ങനെയല്ല, നമുക്ക് ഈ ഇതിനൊക്കെ ഒന്ന് വേറെ ഏതെങ്കിലും മോഡൽ. ഇപ്പം നമ്മൾ ഒരെണ്ണം ഇവിടെ എടുത്തില്ലേ? ഇത് രണ്ടെണ്ണം, ഇത് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഇതിന് മേലെ ഒരു ചോക്കറോലാക്കിയത്. ഇത് മാറ്റാം. ഇനി ഇത് ഭംഗിയുണ്ട് കാണാൻ. ഇത് മാറ്റാം. ഇതിന് ഫൈനലൊക്കെ ഞാൻ അവസാനം വെഡിങ് ഡേ കാണിക്കുള്ളൂ. പക്ഷെ ഞങ്ങൾ ബിറ്റ്സ് ആൻഡ് പീസസ് കാണിക്കും. നമ്മൾ പ്രഷ്യയിലെത്തി. നമ്മൾ പ്രഷ്യയിൽ നിന്നായിരുന്നു ഏത് വാങ്ങിച്ചപ്പം ചേച്ചി? എന്നാണ് നമ്മൾ വളയൊക്കെ വാങ്ങിച്ചത്. വളയും ഇതല്ല, ഇത് താഴെ വാങ്ങിച്ചത്. പക്ഷെ അല്ല, അത് പ്രഷ്യയായിരുന്നു. പ്രഷ്യയാണ്. പ്രഷ്യ കളക്ഷൻസ് ഇവരുടെ ഫുൾ സ്റ്റോൺ കളക്ഷൻസാണ്. ഇതിനെല്ലാം നല്ല നല്ല റേറ്റും ഉണ്ടാവും ഗൈസ്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ നെക്ലേസ് ഗൈസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. ഇന്നെന്തോന്നറിയില്ല, കുറച്ച് തിരക്ക് കുറവുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സുഖമുണ്ട്. താങ്കളൊന്നും നോക്കൂ. ഹൗസ് ഇറ്റ് കുഴപ്പമില്ല. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് അതാണ് അടുത്തത്. നല്ല എടുപ്പുണ്ട് അല്ലേ? ഇത് നല്ലൊരു നെക്ലേസ് പോലെ തോന്നുന്നുണ്ട്. രണ്ടെണ്ണാണെങ്കിലും ഒന്ന് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ സംഭവം കാണാൻ നല്ല ഇൻഡിവിജ്വലി നല്ല ഭംഗിയുള്ള സാധനം. അതെന്താ വേറെ എന്തെങ്കിലോ? എന്നിട്ട് ഇതൊന്നും എടുത്തിട്ട് അതൊന്നും വേണ്ട. കുറേ ടൈപ്പ്. ഇതൊരു എന്താ പറയുക, വൈറ്റ് ഗോൾഡും അങ്ങനത്തെ കുറേ കളക്ഷൻസ് വരുന്നതാണ്. എത്ര മണി തന്നു? ഇത് കുടിയും കിടക്കുന്നു. അതാ പറഞ്ഞത്, സെറ്റായിട്ടേ വരുന്നുള്ളൂ. രണ്ടെണ്ണം കിട്ടും, അതൊന്നും പ്രശ്നമാക്കണ്ട. ഞാൻ അത് കട്ട് ചെയ്ത് തരാം. അത് ശരി അളവ്. ഈ അളവ് കറക്റ്റ് ആട്ടോ. കണ്ടില്ലേ? ഇത് ക്രീം ഇട്ട കടക്കും ആൾക്ക്. ഇതെന്താ പറയുക പ്രശ്നം? ഒരു മിനിറ്റ്. കറക്റ്റാണ് കണ്ടത്. ഈ അളവ് മതി കേട്ടോ ആൾക്ക്. പിന്നെ എന്തെങ്കിലും സോപ്പോ ക്രീമോ ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ ഇടാനും വരാനും പറ്റും. സ്ഥിരമായിട്ട് ഇടാനുള്ളതാണ്. മറ്റേനേക്കാളും കുറച്ചും കൂടി അടിപൊളി മനസ്സിലായി. ഓക്കെ, സെറ്റല്ലേ? നമ്മൾ എന്തൊക്കെയോ ലോഡ് എടുത്തു. അതായത് മാല മൊത്തം എടുത്ത് കഴിഞ്ഞു. പിന്നെ സെറ്റ് എടുത്തു. അമ്മമ്മയ്ക്ക് 2 വളയെടുത്തു. അമ്മയ്ക്ക് വളയെടുത്തു. ഇനി അച്ഛൻ്റെ ഒരു മാലയും കൂടി എടുത്താൽ കംപ്ലീറ്റ്.
സോ റിച്ച് പീപ്പിൾ അല്ലേ? സൂറിച്ചല്ല, ഇതിൽ അമ്മമ്മയ്ക്ക് ഓൾറെഡി വള നമ്മൾ കൊടുത്തിട്ടാണ് വള എടുക്കുന്നത്. അമ്മേൻ്റെയും വള കൊടുത്തിട്ട് വള എടുക്കുന്നു, അച്ഛൻ്റെയും മാല കൊടുത്തിട്ട് മാല എടുക്കുന്നു. എൻ്റെ മാത്രം നമ്മളിപ്പോൾ കുറച്ച് മാല എടുത്തു, കല്യാണത്തിനുള്ള മാലകൾ എടുത്തു. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അച്ഛൻ്റെ മാലയും കൂടി എടുത്തിട്ട് ഇവിടെ നിന്ന് പരിപാടി അവസാനിപ്പിച്ച് പോവാം. അതിപ്പോൾ കട അടക്കിട്ടു, കടയടക്കിൽ ഇതൊക്കെ തീർക്കണം, ബില്ല് ചെയ്യണം. ഓക്കെ ഗൈസ്, ഓക്കെ ഞാൻ അയച്ചോളാം. ഓക്കെ ശരി, അപ്പോൾ അത് കാണിച്ചു താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. എഡിറ്റ് ചെയ്യുന്നു. തീർച്ചയായും ചെയ്തു തരാം. ഓക്കെ ഇല്ല ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. ഗൈസ്, ഹാൻഡ് ഫുൾ ഓഫ് തിങ്സ്. പ്ലസ് ഇവരെ ഇത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തന്നു? ഇവരുടെ മലബാറിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഒരു മലബാറിൻ്റെ പാലട പായസം മിക്സ് ഓണം സ്പെഷ്യലായിട്ട് ഇവർ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഹാപ്പി ആയില്ലേ താങ്കൾ? ഫുൾ എല്ലാം സെറ്റ്, ബില്ലുണ്ടപ്പോൾ വളരെ ഹാപ്പി. പക്ഷെ നല്ല കുഴപ്പമില്ലായിരുന്നു, എല്ലാം അത്യാവശ്യം ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, യെസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടീസ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇന്നത്തെ ഡയറ്റിന് കോമഡി ഒന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പാരഗണിൽ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പാരഗൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയി അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇപ്പോൾ അവിടെ അവസാനിക്കുകയാണ്. സോ യാ, ബൈ.